ആദ്യം ശ്രീ ജയസ് അഖിൽ, എന്താണ് ഇന്ന് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം? പാലക്കാട്ടെ വിജയം എന്ന് പറയുന്നത് യോജിപ്പിന്റെ ഒരു വിജയമാണ്, അവിടെ ഗ്രൂപ്പ് പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല എന്നൊക്കെയായിരുന്നുവല്ലോ അവകാശവാദം, തിളക്കമാർന്ന വിജയം എന്ന രീതിയിൽ. പിന്നെ എന്താണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഈ അസംതൃപ്തിക്ക് കാരണം? ഹലോ ശ്രീ അഖിൽ, കേൾക്കാമോ? എന്താണ് ചാണ്ടി ഉമ്മന്റെ ഈ അസംതൃപ്തിക്ക് കാരണം? അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. വളരെ കൃത്യമായി തന്നെ ഈ ചർച്ചയ്ക്ക്, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് തന്നെ കാരണം എന്താണ്? കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ ഒരു MLA ആയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ചാണ്ടി ഉമ്മന്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ അത്തരം പ്രതികരണം നമ്മളൊരു ഒരു ഒരു പാർട്ടി വിരുദ്ധ പ്രതികരണമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. എക്കാലവും കോൺഗ്രസിന് ഇന്ന് നേതൃത്വ നിരയിലുള്ള പല ആളുകളും പാർട്ടിക്ക് എതിരെ വിരുദ്ധ ശബ്ദമായി സംസാരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത്തരം ആളുകൾ എക്കാലവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലവും ഉണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അസംതൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കേൾക്കാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും നേതൃത്വം തയ്യാറാകണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു ആശങ്കയുണ്ടായത്? അത് പാലക്കാട് തെരഞ്ഞെടുപ്പെന്ന് മാത്രമല്ല, അത് എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ചുമതല ഏൽപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചയുടെ ഈ ഒരു ഘടകമായി പ്രധാന ഒരു സബ്ജക്റ്റായി ഇന്ന് മാറിയിരിക്കുന്നത്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഈ തലമുറ മാറ്റം എന്നൊക്കെ, ഈ നേതൃമാറ്റം എന്നൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി വളരെ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തലമുറ മാറ്റത്തെക്കാളും നേതൃമാറ്റത്തെക്കാളും ഇതിനകത്തൊരു ശൈലി മാറ്റമാണ് വളരെ അത്യാവശ്യം. ഒരു ശൈലിയിലൊരു മാറ്റം ഉണ്ടാകണം. ഈ താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ പ്രവർത്തിച്ചു വരുന്ന ഓരോ ആളുകളെയും ചേർത്തു പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. അത്തരം ആളുകളെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഈ പാർട്ടിയുടെ ഒരു ഫ്ലോയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്കകത്ത് അത് വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഗുണകരമായിട്ടുള്ള ഒരു ഘടകമായി മാറൂ. അങ്ങനെയാണെങ്കിൽ ശ്രീ ജയസ് അഖിൽ, ഈ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്ന് പറയുമ്പോൾ നേതൃത്വം എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ തീരുമാനമെടുക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു കൂട്ടം ആളുകളാണല്ലോ, അതിൽ ആരെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരും. അതിൽ KPCC പ്രസിഡന്റ് K സുധാകരനുണ്ട്, ഒന്നാമത്തെയാൾ. പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. ഇവരിൽ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് കൊണ്ട്? അല്ല, അത് ഞാൻ പറയുന്നു, ഒരു ഏകപക്ഷീയമായി ഒരാൾ ഇന്ന ആള് തന്നെ തീരുമാനം എടുക്കുന്ന ഒരു സങ്കല്പം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ എക്കാലത്തെയും കോൺഗ്രസിന്റെ സൗന്ദര്യം എന്താ? കൂട്ടായ നേതൃത്വം ആലോചിച്ച് കണ്ടെത്തിയിരുന്ന തീരുമാനമാണ്. അത് പണ്ട് കാലത്ത് AK ആന്റണിയുടെ ആണെങ്കിലും K കരുണാകരന്റെ ആണെങ്കിലും കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അവർ തന്നെ എത്ര ഭിന്നതകളാണെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചാൽ പോലും ഒരു ഐകകണ്ഠേന ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിൽ എല്ലാം ആ കാലത്ത് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വത്തിൽ ഇരുന്ന സമയത്ത് പോലും എടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി ആ തീരുമാനങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം നിർഭാഗ്യം വെച്ചാൽ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മൾ കാണാതെ പോകുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ തഴയപ്പെടുന്ന ആളുകളുണ്ട്, ഇപ്പൊ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, 24/7 രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തക താഴെയുണ്ട്. അത്തരം ആളുകളെ കൂടി ലൈക്കിന്റെയും ഷെയറിന്റെയും ചാനൽ ചർച്ചകളുടെയൊക്കെ പ്ലാറ്റ്ഫോമുകളുടെ മാത്രം പുറകെ പോകുമ്പോൾ അത്തരം ആളുകളെ കൂടെ ചേർത്ത് പിടിക്കുന്ന നേതൃത്വം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതിനെ ഒരു വിമർശനമായിട്ടല്ല പറയുന്നത്, പക്ഷേ ഇത്തരം ഒരു 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 തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ ഇത് നേതൃത്വത്തിന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ഒരു തുറന്നു പറച്ചിലായി ഇതിനെ കാണണം എന്നൊരു അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ അന്നേരവും സംശയം ബാക്കി നിൽക്കുകയാണ്, ആരാണത് കേൾക്കേണ്ടത് എന്ന്. ഇവിടെ ചാണ്ടി ഉമ്മൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ KPCC നേതൃത്വം മാറേണ്ട ആവശ്യമില്ല എന്ന്. അതായത് K സുധാകരൻ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയേണ്ട കാര്യമില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുകയാണ്. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്പ് ചെന്ന് കൊള്ളുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്കാണ്. നിങ്ങൾ ഈ ലൈക്കുകളുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ റേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം, അത് നിർത്തണം എന്ന് പറയുമ്പോൾ
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ ആ ഒരു ഭിന്നതയല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചാണ്ടി ഉമ്മന്റെ ആ പ്രസ്താവന ആ രീതിയിൽ ഉള്ളത് തന്നെയായിരുന്നു. അതിലേക്ക് ചെന്ന് എത്തിയിരിക്കുന്നത് അതായത് വി ഡി സതീശൻ ഇങ്ങനെ യുവാക്കളെ കൂട്ടിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്ത് കൊണ്ടുപോകുന്നു മുന്നോട്ട്. ആ ഒരു വിമർശനമാണോ നിങ്ങൾക്കുള്ളത്? തുറന്നു ചോദിക്കുകയാണത്. അല്ല, അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട മഞ്ജു, നമ്മൾ ഈ പറയുന്ന ഒരു നേതൃത്വത്തിൽ ഒരാളെ മാത്രം മാറ്റി നിർത്തുക എന്നുള്ള കാര്യം ചർച്ചയിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ആളല്ല. ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷേ നേതൃത്വം കൂട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. 2021 ശേഷം 2021 ഈ നമ്മുടെ നാട് കാണാത്ത തരത്തിലേക്ക് ഒരു തുടർഭരണത്തിലേക്ക് CPM അധികാരത്തിലേക്ക് വീണ്ടും വരുന്നത്. ആ 2021 ശേഷം പോലും ഒരു പാർട്ടിയിൽ ഒരു പുനഃസംഘടന നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്രയോ ചെറുപ്പക്കാർ, കഴിവുള്ള ചെറുപ്പക്കാർ പുറത്തു നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പരിഗണിച്ച് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് തുറന്നു കാണിക്കുക, ഈ മാറ്റി നിർത്തപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക എന്നതാണ്. ആത്മാർത്ഥമായി താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകളെ തിരിച്ചറിയണം എന്നുള്ളത് കൂട്ടായ നേതൃത്വം കൂട്ടായി തന്നെ. പക്ഷെ തിളക്കമാർന്ന വിജയം കോൺഗ്രസ് UDF നേടിയ ഒരു സമയത്താണല്ലോ ഇങ്ങനെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നത്. അതെങ്ങനെ സിങ്ക് ചെയ്തു പോകും ശ്രീ JS അഖിൽ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജുഷേ. ഇപ്പോ നിങ്ങൾ ഈ തിളക്കമാർന്ന വിജയം എന്ന് പറയുമ്പോഴും ഇപ്പൊ ചേലക്കര സംഭവിച്ചൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചേലക്കര ഒരു മൂന്നാമതൊരു പാർട്ടിയായിട്ടുള്ള BJPക്ക് ഉണ്ടായിട്ടുള്ള വോട്ട് വർധനവ് നമ്മൾ കാണാതെ പോകരുത്. അവിടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് നാളെയും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത്തരം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുകയാണ്. ഇപ്പോ മൂന്നാമതൊരു പാർട്ടി കൂടിയുണ്ട്. അപ്പൊ അത്തരം ഷിഫ്റ്റിംഗ് തടയണമെങ്കിൽ ഇതിന് ഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൂടെ ചേർത്ത് നിർത്തി ഗ്രൗണ്ടിൽ പാർട്ടി സ്ട്രക്ചറിനൊരു വലിയ മാറ്റമുണ്ടാകണം. അത് നേതൃത്വത്തെ തുറന്നു ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ട മേഖലകളുണ്ട്. അദ്ദേഹത്തിനെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ കാണാൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പുറത്താണെങ്കിൽ തന്നെ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ വന്ന ഓരോ ബുദ്ധിമുട്ടുകളായിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളെല്ലാം നേരിൽ കണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ വെറും ഒരു MLA മാത്രം, ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ തുടക്കത്തിൽ ആദ്യത്തെ ടേമാണ് ചാണ്ടി ഉമ്മൻ MLA ആയിട്ടുള്ളത്. പക്ഷെ ആ ചാണ്ടി ഉമ്മനെ കാണാനും ഉമ്മൻചാണ്ടിയിൽ വിശ്വാസം അർപ്പിച്ച അതേ രീതിയിൽ തന്നെ ആളുകൾ ഓടിയെത്തി അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് പരിഭവം പറയാനും അദ്ദേഹത്തിൽ നിന്ന് സഹായം എന്തെങ്കിലും കിട്ടുമെങ്കിൽ നോക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയോടുള്ള അതേ വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിനോടുള്ളത്. അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്തിപ്പെടുകയോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുകയോ ചെയ്തു പോകുന്ന ആ ഒരു രീതി ശരിയില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, പരിഭവം ഉണ്ടെങ്കിൽ അത് കേട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ലൈക്കിന്റെയും ഷെയറിന്റെയും ഒക്കെ പുറകിൽ മാത്രമാണ് അതിനകത്തൊരു മാനദണ്ഡമായി തീരുമാനിക്കുന്നതെങ്കിൽ ആ ശൈലി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ അപമാനിതനായിട്ടുണ്ട് എന്നാണല്ലോ കോൺഗ്രസ്, സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. എന്താണ് അങ്ങനെ അപമാനിതനാകാനുണ്ടായ പ്രത്യേക കാരണങ്ങൾ? അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണല്ലോ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിൽ നിന്ന് തുടങ്ങി യുവാക്കൾ വരെ. അതിലിപ്പോൾ പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതെല്ലാം കേരള രാഷ്ട്രീയം കണ്ട കാര്യങ്ങളാണ്. പിന്നെ പൊടുന്നനെ എങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ അപമാനിതനായത്? എന്താണ് ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേക ചാർജ് കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണോ അദ്ദേഹത്തിനെ അലട്ടുന്ന ഒരു വിഷയം? മഞ്ജുഷി, നമ്മുടെ ചില കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചില കാര്യത്തിനകത്ത് ഇപ്പൊ ഈ ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഒരു പ്രസ്താവന നടത്തേണ്ട ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു ചാണ്ടി ഉമ്മൻ നടത്തിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ചാണ്ടി ഉമ്മൻ പാർട്ടി വിരുദ്ധനായി മാറിയേനെ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്ന ഒരു സാഹചര്യമായി മാറിയേനെ. അപ്പോ ഏറ്റവും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി നിന്നുകൊണ്ട് അദ്ദേഹം എടുത്തൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, UDF സ്ഥാനാർത്ഥി മികച്ച വിജയത്തോടുകൂടി കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ പരിഭവം തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു കഴിഞ്ഞ കുറെ കാലമായി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഏത് നേതാവാണ് ഇതിനകത്ത് അഭിപ്രായം പറയാത്ത ആളുകൾ? ഇന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണത്തിന്റെ വിവിധ തലങ്ങളിലിരിക്കുന്ന, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലിരിക്കുന്ന ആളുകളെല്ലാം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിക്കെതിരെ പോലും പറഞ്ഞ ആളുകളുണ്ട്. അപ്പോ പ്രതിപക്ഷ നേതാവിനായ എതിരെ സംസാരിച്ചിരുന്ന ആളുകളുണ്ട്. കേരളത്തിന്റെ KPC പ്രസിഡന്റിനെതിരെ സംസാരിക്കുന്ന ആളുകളുണ്ട്. കോൺഗ്രസിൽ അത്തരത്തിൽ വിശാലമായൊരു പ്ലേസ് ഉണ്ട്, ഒരു വിശാലമായൊരു പ്ലാറ്റ്ഫോമാണ്. അല്ല, അതിലൊന്നും സംശയമില്ല. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില കരുനീക്കങ്ങളും അതിനകത്ത് കടന്നു വരാറുണ്ട്.
അപ്പോൾ ഈ യുവ നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചില കളികൾക്ക് തുടക്കമിടുന്നതും ഇതിനു മുൻപ് കേരള രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടിട്ടുള്ളതുമാണ്. അങ്ങനെ ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തിക്കൊണ്ട് VD സതീശനെതിരെയായിട്ട് ഒരു പടനീക്കം നടക്കുന്നു. ആ രീതിയിലുള്ള പ്രതീതി പുറത്തു വരുന്നുണ്ട്. കാരണം കെ സുധാകരനെതിരെ നിങ്ങൾ ഒന്നും പറയുന്നില്ല. സുധാകരന്റെ കയ്യിൽ നിന്നൊരു തെറ്റായ തീരുമാനം ഉണ്ടായതായിട്ട് പറയുന്നില്ല. ഞാനത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. VD സതീശന്റെ കാര്യവും നിങ്ങളിപ്പോൾ പറയുന്നില്ല അഖിൽ. പക്ഷേ അത് ഊഹിച്ചെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സരിൻ പറയുന്ന അതേ കാര്യം തന്നെയാണ് നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് അതിന് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ സരിനെ സംബന്ധിച്ചിടത്തോളം സരിന് ഈ പാർട്ടിയിലേക്ക് 3 വർഷത്തിനുള്ളിൽ കടന്നു വന്ന് സരിന് ഒറ്റപ്പാലത്തെ സീറ്റ് പോലും കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ഹരിവന്ത് മാഷ്. അദ്ദേഹം അവിടെ സീറ്റിന് വേണ്ടിയിട്ട് 10 വർഷമായിട്ട് അവിടെ താഴെത്തട്ടിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് സരിന് സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തെറ്റായി പോയെന്ന് അഭിപ്രായമുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പാർട്ടിയിലേക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുവാവിനെ പരിഗണിക്കുമ്പോൾ ആ പരിഗണനയ്ക്ക് ഒരു മാനദണ്ഡം ഉണ്ടാകണം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പേജിന്റെ ലൈക്കിന്റെ പേരിലോ അല്ലെങ്കിൽ റീൽസിന്റെ പേരിലോ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷന്റെ പേരിലോ മാത്രമായി പോകരുത് എന്നുള്ളതാണ്. അത് നേതൃത്വം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് KPC പ്രസിഡന്റിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ലോ, പാർട്ടി ഒന്നടങ്കം ഒറ്റക്കെട്ടായി എടുക്കേണ്ട ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ആളുകളെ കൂടി, ജോലി ചെയ്യുന്ന ആളുകളെ കൂടി, താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകളെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആത്മാർത്ഥമായ അഭിപ്രായമാണ്. പിന്നെ യൂത്ത് കോൺഗ്രസും ചെറുപ്പക്കാരെ കൂട്ടി നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യൂത്ത് കോൺഗ്രസിന്റേതായ സ്പേസ് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയിൽ താഴെത്തട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമായി നിൽക്കുമ്പോൾ ആ ഭരണത്തിനെതിരായിട്ട് ഡെയിലി വരുന്ന സംഭവങ്ങൾ ഏറ്റെടുത്ത് എന്തുമാത്രം സമരം നടത്താനുള്ള സാഹചര്യവും ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ പുറകെ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മാർത്ഥമായ പ്രവർത്തന ഇടം അത് യൂത്ത് കോൺഗ്രസിനകത്തുണ്ട്. അതൊക്കെ എത്രമാത്രം ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമായി തന്നെ നിൽക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് മികച്ചതായി തന്നെ മാറണം. അത് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് പോലെ ചെയ്യാൻ അതിനകത്തും ഒരു ശ്രമം ഉണ്ടാകണം. കുറച്ച് സമയം കൂടി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അപേക്ഷിക്കുകയാണ്.